അവറുകള് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നാരായണീയ സമിതിയുടെ ഏറ്റവും ബഹുമാന്യനായ സരസ്വതിയമ്മ ടീച്ചർ, മറ്റ് ഹൈന്ദവ സംഘടനാ നേതാക്കള്, മറ്റ് എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. 18ാമത് പൊൻകുന്നം ഗണേശോത്സവത്തിന്റെ സമാരംഭ യോഗത്തിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ TG സത്യപാൽ അവറുകളാണ്. അദ്ദേഹം ഈ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയാണ്. റിട്ടയർഡ് താലൂക്ക് സപ്ലൈ ഓഫീസറായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഗണേശോത്സവ കമ്മിറ്റിയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ വളരെ ആദരവോടെ ഗണേശനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വൈകിയ വേളയിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നമ്മുടെ നാടിൻ്റെ ജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഈ ചെറുക്കടവ് എന്ന ഗ്രാമത്തിലെ ഒരു ഉത്സവമാണ് നമ്മുടെ ഗണേശോത്സവം. ഹിന്ദു സമാജത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒറ്റക്കെട്ടായി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടാടപ്പെടുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഗണേശ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമാരംഭ ശോഭായാത്രയുടെ ഭദ്രദീപ പ്രകാശനം നടത്തിയ ശ്രീ സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് അവറുകളാണ്. കേരളത്തിലെ പ്രമുഖ താന്ത്രിക മാന്ത്രിക ആചാര്യ കുലപതി സൂര്യകാലടി മന ഇല്ലം. ചിത്രകലയിലും ശില്പകലയിലും പ്രമുഖനാണ്. യാഗാചാര്യൻ, താന്ത്രികൻ എന്നീ നിലയിലും അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്. അദ്ദേഹത്തെ 18ാമത് പൊൻകുന്നം ഗണേശോത്സവ സന്നിധിയിലേക്ക് ശ്രീ ഗണേശനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഭദ്രദീപ പ്രകാശനത്തിനായി ശ്രീ സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് അവറുകളെ ക്ഷണിക്കുന്നു.
ഗണേശ വിഗ്രഹത്തിന്റെ മിഴിതുറക്കലിനായി സ്വാമി ഗരുഡ ജനാന്ത തീർത്ഥ പാദ സ്വാമികളെ ക്ഷണിക്കുന്നു. അടുത്തതായി 18ാമത് പൊൻകുന്നം ഗണേശോത്സവത്തിന്റെ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവുമാണ് നടക്കുന്നത്. ഗണേശ ഉത്സവ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ സംപൂജ്യ സ്വാമി ഉദ്ദിത് ചൈതന്യ ജി. ഭാരതത്തിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള മനോഹരമായ ഹരിത സംസ്ഥാനമായ കേരളത്തിലാണ് സ്വാമി ഉദ്ദിത് ചൈതന്യജി ജനിച്ചത്. നിയമത്തിൽ ബിരുദവും സാന്ദീപനി സാന്തനാലയത്തിൽ നിന്നും വേദാന്തത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ചിന്മയ് മിഷന്റെ മുഴുവൻ സമയ പ്രവർത്തനത്തിലും കർമ്മനിരതനാകുകയും ആചാര്യ വിനോബാവയുടെ സെക്രട്ടറി ആയിരുന്ന സ്വാമി സേവാനന്ദിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുകയും ഭാരതത്തിലും വിദേശത്തിലും 10,000-കണക്കിന് ആളുകൾക്ക് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, രാമായണം, നാരായണീയം എന്നീ ഗ്രന്ഥം പഠിപ്പിച്ചു വരുന്നു. സമൂഹത്തെയും വ്യക്തിയെയും പരിവർത്തനം ചെയ്ത് ദിവ്യ സന്ദേശ പ്രചാരകനായി അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിച്ചു. ആത്മീയ വിശ്രമ കേന്ദ്രമായ ഭഗവത് ഗ്രാമത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് സ്വാമിജി. I respectfully invite Swami Udit Chaitanya, Vedanta and Bhagavatam teacher, not for the spiritual discourse on India, scriptures in Indian and above. പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂര്യകാലിന്റെ മനയിലെ സൂര്യസുബ്രഹ്മണ്യൻ നമ്പൂതിരി അവർക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹ ഭാഷണത്തിന് ശേഷം പ്രഭാഷണം ചെയ്യാം. സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ മഹാഗണപതേ. ഇവിടെ വേദിയിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ തക്കവണ്ണം നമ്മുടെ സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യുണ്ട്, അതുപോലെ ഗരുഡധ്വജാനന്ദ സ്വാമിജിയുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അമ്പലപ്പുഴ വിജയകുമാറുണ്ട്, അതുപോലെ ഇവിടെ വന്നു ചേർന്ന ഗണേശ ഭക്തന്മാരെല്ലാവരും. നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോകാൻ തോന്നണില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എനിക്ക് പോകണം, ഗണപതി അവിടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പോകാൻ തോന്നുന്നില്ല. നിങ്ങളുടെ കൂടെ ഇതിൻ്റെ പൂജകളിൽ നിന്നൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിൽ പോലും എൻ്റെ ഗണപതി എന്നെ വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് പോയേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് സ്വാമിജിയോട് ചോദിച്ചിട്ട് ഞാനൊരു വാക്ക് ഒന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് നിങ്ങളോടൊന്നും മിണ്ടിയില്ല, പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പിണക്കാവില്ലേ? അപ്പോൾ അതുകൊണ്ട് മാത്രം ആണ് വർത്തമാനം പറയുന്നത്. ഞാനൊരു പ്രഭാഷണത്തിനോ ഒന്നും മുതിരുന്നില്ല. മഹാഗണപതിയെ പറ്റി പറഞ്ഞാൽ പറഞ്ഞ തീരുകയില്ല. ഇത്രയും നാളും പഠിച്ചതും അറിഞ്ഞതും കേട്ടതും ഒക്കെ ഗണപതിയെ പറ്റി തന്നെയാണ്. എന്തും ഇതിലും എങ്ങനെ ചേർന്ന ഏത് സമ്പ്രദായത്തിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും അത് അവസാനം ചെന്നെത്തുന്നത് ഗണപതിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തന്ത്രിയാണ്, അതുപോലെ മന്ത്രവാദ പാരമ്പര്യത്തിൽ ജനിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. ആയതുകൊണ്ട് മന്ത്രസമ്പ്രദായങ്ങളും ഒക്കെ കുറച്ച് കൂടുതൽ നോക്കുന്നു. എവിടെ ചെന്നാലും ഗണപതി ഇല്ലാതെ പറ്റില്ല. ഗണപതിയിൽ കൂടെ തുടങ്ങി ഗണപതിയിൽ അവസാനിക്കുന്ന സമ്പ്രദായത്തിലാണ്. എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഏതൊരു ദേവനെ പൂജിച്ചാലും ആ ദേവന്റെ അനുഗ്രഹ കലകൾ നമ്മളിലേക്ക് എത്തുന്നത് ഗണപതിയിൽ കൂടെ തന്നെ പറ്റുള്ളൂ. വിഷ്ണുവിനെ പൂജിച്ചാലും ശിവനെ പൂജിച്ചാലും ദുർഗയെ പൂജിച്ചാലും ഏത് ഭഗവന്മാരെ പൂജിച്ചാലും ആ ദേവന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ അഥവാ അതിൻ്റെ ആ അനുഗ്രഹ കലകൾ നമ്മളിലേക്ക് എത്തുന്നത് ഗണപതിയിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കണക്കിന് ശരിയാണ്. നമ്മൾ ഏത് ദേവനെ പൂജിച്ചാലും ആദ്യം ഗണപതിയെ പൂജിച്ചിട്ട് മാത്രമേ ആ ദേവനെ പൂജിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ മേൽശാന്തിയോട് ചോദിച്ചാൽ അറിയാം, അദ്ദേഹം ആ ശ്രീകോവിൽ കയറി കഴിഞ്ഞാൽ, അത് ശിവനാകട്ടെ ഏത് ദേവനാകട്ടെ, വിഷ്ണുവാകട്ടെ ഏത് ദേവനാകട്ടെ, അദ്ദേഹം മേൽശാന്തി അതിനകത്ത് കയറി കഴിഞ്ഞാൽ, ആ ശ്രീകോവിലിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം ഗണപതിക്ക് ഒരു പൂവാരാധിച്ച് ജലഗന്ധ പുഷ്പധൂപദ്യമങ്ങളെ കൊടുത്ത് ഒരു നിവേദ്യവും കൂടെ കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ പ്രധാന ദേവതയായിട്ടുള്ള ദുർഗയോ ഭദ്രകാളിയോ ശിവനോ ആരാണെങ്കിലും പൂജിക്കുകയുള്ളൂ. അതായത് അതൊക്കെയും അനുഗ്രഹം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഗണപതിയിൽ കൂടെ വേണം. വാസ്തവത്തിൽ തന്ത്രശാസ്ത്ര നിയമം അനുസരിച്ച് അത് പാടില്ലാത്തതാണ്. ഒരു ദേവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായിട്ടുള്ള ശ്രീകോവിലിൽ ക്ഷേത്രത്തിൽ മറ്റൊരു ദേവന്റെ മന്ത്രം കൊണ്ട് എന്തെങ്കിലും പുഷ്പാഞ്ജലിയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അന്യമന്ത്രയജന ദോഷം സംഭവിക്കും. അതുകൊണ്ട് ക്രമേണ അവിടുത്തെ ചൈതന്യക്ഷയം ഉണ്ടാകും. അതാണ് നിയമം. ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല ക്ഷേത്രത്തിൽ നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണല്ലോ ശബരിമല, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം. ഇവിടെയൊക്കെ ചെന്നിട്ട് ശിവമന്ത്രത്തെ കൊണ്ട് അഥവാ ശിവന്റെ മന്ത്രങ്ങൾ കൊണ്ട് എന്തെങ്കിലും പുഷ്പാഞ്ജലി ചെയ്യുകയോ എന്തിനാ ഉച്ചരിക്കുക ചെയ്താൽ പോലും അത് വലിയ ദോഷമാണത്, അന്യമന്ത്രയജന ദോഷം. അതുകൊണ്ട് ചൈതന്യഹാനി ഉണ്ടാകും. പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന് പ്രായശ്ചിത്തം ചെയ്ത് വന്നു ചേർന്ന ദോഷങ്ങളെ മാറ്റേണ്ടതുണ്ട് തന്ത്രശാസ്ത്ര നിയമം അനുസരിച്ച്. എന്നാൽ ഗണപതിയെ അവിടെ പൂജിക്കാതെ ഗുരുവായൂരപ്പനെ പൂജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇതൊക്കെയും ഏതൊരു ദേവസങ്കല്പമാണെങ്കിലും അത് ഗണപതിയിൽ കൂടെ വേണം പ്രകാശിക്കാൻ. ഗണപതി വേണം അനുഗ്രഹം തരാൻ എന്ന് നമുക്ക് ഇതിൽ കൂടെ സമർത്ഥിക്കാൻ സാധിക്കും. അപ്പൊ അത്രയും വിശേഷപ്പെട്ട ഒരു ഈശ്വര തത്വമാണ് ഗണപതി. ഇവിടെ നമ്മുടെ കേരളത്തിൽ പൊതുവെ ഈ ഗണപതി ആരാധന ഒരു വലിയ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു പഴയ കാലത്ത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് സൂര്യകാലടി മനയിൽ മാത്രം നടന്നു വന്നിരുന്ന ഒരു കാര്യമാണ്. അവിടെ അന്ന് കുറച്ച് ആൾക്കാർ തൊഴാനൊക്കെ വരും. അവിടെ വിശേഷാൽ ഗണപതി ഹോമമൊക്കെ നടക്കും. അതിനപ്പുറം മറ്റ് പൂജകളൊക്കെ ഉണ്ട്. അത് പക്ഷേ മറ്റു സാധാരണക്കാർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഗണപതി ഹോമത്തിന് വരും, തൊഴും, കുറച്ച് പ്രസാദമൊക്കെ മേടിക്കും, കുറച്ച് പേരും വരും എന്നുള്ളതല്ലാതെ മറ്റൊരു സ്ഥലത്തും വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞ ആർക്കും അറിയ പോലും ഇല്ലായിരുന്നു. ഇന്ന് അത് സ്ഥിതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഗണേശാരാധന എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൈന്ദവകത നമ്മുടെ സംസ്കാരം ഉണർന്നപ്പോൾ, ആത്മാഭിമാനം വർദ്ധിച്ചപ്പോൾ, ദേശീയോദ്ഗ്രഥനം സാധിച്ചപ്പോൾ എന്ന് പറയട്ടെ, പണ്ട് ബാലഗംഗാധര തിലകൻ തുടങ്ങിവെച്ച ഗണേശോത്സവത്തിൽ കൂടെ തുടങ്ങിവെച്ച ആ ദേശീയോദ്ഗ്രഥനവും സ്വാതന്ത്ര്യവാഞ്ചയും അത് എത്തിക്കാൻ ഏറ്റവും പറ്റിയത് ഗണപതിയാണെന്നത് കണ്ടാണ് അദ്ദേഹം ഗണപതിയിൽ കൂടെ ഗണേശോത്സവത്തിൽ കൂടെ, സാർവജനിക ഗണേശോത്സവത്തിൽ കൂടെ സാധാരണക്കാരായിട്ടുള്ള സകലരെയും ഒന്നിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നും അതിന് പ്രസക്തിയുണ്ട് എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഗണേശ ഭക്തന്മാരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്.
അനസ്യൂതം തുടരട്ടെ, മഹാഗണപതി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാനൊന്ന് ചുരുക്കുന്നു. ഗണപതി അവിടെ വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാനന്ന് വിടവാങ്ങുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത് അനുദിനം വർദ്ധിച്ചു വരട്ടെ, എല്ലാ വർഷവും ഇത് ഭംഗിയായിട്ട് നടക്കട്ടെ, ഗണപതി എല്ലാ തടസ്സങ്ങളും മാറ്റട്ടെ എന്ന് മാത്രം മഹാഗണപതിയോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വിനായക ചതുർത്ഥി ദിനം സൂര്യകാലടി മനയില് ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തിരക്കുകൾക്കിടയിലും ഇന്ന് ഈ വേദിയെ ധന്യമാക്കിയ സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന് ഗണേശോത്സവ സമിതിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ആദരപൂർവം രേഖപ്പെടുത്തുകയാണ്. ഉദ്ഘാടന പ്രഭാഷണത്തിലേക്കും 18ാമത് ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്യുവാനും നമ്മുടെ എല്ലാം ആരാധ്യനായ സംപൂജ്യ സ്വാമി ഉദിത് ചൈതന്യജിയെ ആദരപൂർവം ക്ഷണിക്കുന്നു. ഗണപതി ഭഗവാന്റെ പിറന്നാളായ ഇന്ന് ഈ സായം സന്ധ്യയിൽ പൊൻകുന്നം ഈ പവിത്ര ഭൂമിയിൽ എത്തിച്ചേരാൻ സാധിച്ച ഞാനും നിങ്ങളും സുഹൃത്തുക്കളാണ്. ഗണേശ ഭഗവാന്റെ ആ അനുഗ്രഹം നമ്മളിലെല്ലാവരും ഉണ്ടാവാൻ ഒരു നിമിഷം നമ്മൾ നാമജപം ജപിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും നിവർന്നിരുന്ന് ചൊല്ലണം, കണ്ണടച്ച് ചൊല്ലണം, ഗണപതി ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലണം. ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശ പാഹി മാം. ഉറക്കെ ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശ പാഹി മാം. ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷ മാം. ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശ പാഹി മാം. പോരാ, ശബ്ദം പോരാ. ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷ മാം. ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശ പാഹി മാം. ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷ മാം. ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശ പാഹി മാം. ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷ മാം. ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശ പാഹി മാം. ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷ മാം. ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷ മാം. ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷ മാം. ഗണപതി ഭഗവാനിക്ക് ഗണപതി ബപ്പ മോറിയ. 18ാമത് ഗണേശോത്സവം പൊൻകുന്നം രാജേന്ദ്ര മൈതാനിയിൽ ആരംഭിക്കുമ്പോൾ ഈ ധന്യവേദിയെ ധന്യമുഹൂർത്തത്തിൽ അലങ്കരിക്കുന്ന ഏറെ ആദരണീയനും സംപൂജ്യനുമായ
സ്വാമി എടുത്താൻജി, അതുപോലെ അമ്പലപ്പുഴ കണ്ണന്റെ നാഥമായ ശ്രീ കുമാർജി, സരസ്വതി ടീച്ചർ, അതുപോലെ ഇവിടെ ഭദ്രദീപം കൊടുത്തിയ സൂര്യകാരടി മനയിലെ സൂര്യ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, ഇതിൻ്റെ എല്ലാം ഒരു ചുക്കാൻ പിടിക്കുന്ന ശ്രീ ഹരിജി, അതുപോലെ ചെയർമാനായ ശ്രീ സത്യപാൽജി, ഇതിൻ്റെ മറ്റ് പ്രവർത്തകര്, ഈ നാടിൻ്റെ സുഹൃതികളായ അനുഗ്രഹീതരായ സർവോപരി ആത്മബന്ധുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കോടിക്കോടി നാം ഇപ്പോൾ 2025 വളർന്നിരിക്കുകയാണ്. ഗണേശോത്സവം ചരിത്രത്തിലൂടെ കടന്ന് ഈ ആധുനിക കാലഘട്ടത്തിലെ ആധുനിക വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ നാം എങ്ങനെയാണ് ഗണേശോത്സവത്തെ നോക്കിക്കാണേണ്ടത്? നമുക്ക് ഗണേശ ഭഗവാൻ ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. നമ്മുടെ ജീവിതത്തിൽ എഴുത്തിനിരുത്ത് ആ സംഭവം തന്നെ ഹരിശ്രീ ഗണപതിയിൽ വെച്ചിരിക്കുക. ഒരു വീട് കൊടിയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പാല് കച്ചണമെങ്കിൽ ഗണപതി ഹോമം വേണം. പിന്നെ അങ്ങോട്ട് ക്ഷേത്രങ്ങളിൽ പോയാൽ ഗണപതി ഇല്ലാതെ പറ്റില്ല. ഗണപതി ഹോമത്തിലാണ് തുടങ്ങുന്നത്. ഗണപതി നമ്മുടെ ഭഗവാൻ നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഒരു വശത്ത് നമുക്ക് ഇത്രയും ആരാധനകളൊക്കെ ഉണ്ടെങ്കിലും വേറൊരു വശത്ത് നമ്മൾ നോക്കൂ, കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ പോരെ ഇവിടെ. ഇപ്പോഴും നമ്മുടെ ആളുകളിൽ ഒരു ഐക്യബോധം, നമ്മുടെ ആളുകളിൽ ഒരു ഇത്തരത്തിലുള്ളൊരു ഉത്സവത്തിനോടുള്ള ഒരു അർപ്പണഭാവം, സഹകരണ ഭാവം, ഇതൊക്കെ കുറവാണ്. എന്തുകൊണ്ട് നമ്മളുടെ ഇടയിൽ ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ വളർന്നു വരുന്ന തലമുറകളിലേക്ക് ഗണേശോത്സവം പോലുള്ള ഉത്സവത്തിന്റെ ആധുനിക കാലഘട്ടത്തിന്റെ പ്രസക്തിയെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമുക്ക് ഇത്തരം ഉത്സവങ്ങളിലൂടെ നമ്മൾ കൂടുതൽ ഒന്ന് ആഴത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് പോകേണ്ടത്. നമ്മുടെ എല്ലാം ആഘോഷത്തിന് 2 തലങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ഹിന്ദു സമൂഹം മനസ്സിലാക്കാറില്ല. ആഘോഷങ്ങൾക്കെല്ലാം, ആചരണങ്ങൾക്കെല്ലാം 2 തലങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ പ്രത്യക്ഷമായ മൂർത്തികളെ നമ്മൾ ഘോഷയാത്രയോടുകൂടി കൊണ്ടുവരുന്നു, പ്രതിഷ്ഠിക്കുന്നു, പിന്നീട് നിമഞ്ജനം ചെയ്യുന്നു മറ്റൊരു ദിവസം. ഈ രീതിയിലുള്ള ബാഹ്യമായ ആഘോഷമാണ്, പ്രത്യക്ഷമായ ആഘോഷമാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു പരോക്ഷമായ, ഇംപ്ലൈഡായ, ഡീപ്പായിട്ടുള്ള ഒരു താത്വികമായ ഒരു സന്ദേശമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജാണ് നമുക്ക് ഇന്ന് ആവശ്യം. ഇന്നിവിടെ 2025 ഓഗസ്റ്റ് 27 നമ്മൾ ഗണേശ് ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ചൊന്നും വല്ലാത്തൊരു സെറ്റ് ബാക്ക് ദിവസമാണ്. കാരണം 50% താരിഫ് അമേരിക്ക ഏർപ്പെടുത്തി നമ്മുടെ കയറ്റുമതിയെ വളരെയധികം അപ്സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ ആരംഭം കൂടിയാണ്. ഒരു വശത്ത് ഗണേശോത്സവം, വേറൊരു വശത്ത് നമുക്ക് ചാലഞ്ചുകൾ, പ്രതിസന്ധികൾ. കേരളത്തിൽ നമുക്കറിയാം, ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച വെല്ലുവിളികൾ ധാരാളമുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ വിദേശങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു. വീടുകളിൽ കുട്ടികൾ കുറഞ്ഞു വരികയാണ്. കല്യാണ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഗണേശോത്സവം പോലുള്ള ഉത്സവങ്ങളുടെ പിന്നിലുള്ള താത്വികത ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായാൽ, ഐക്യം കൊണ്ടും സഹവർത്തിത്വം കൊണ്ടും സ്നേഹം കൊണ്ടും കുറേയൊക്കെ നമുക്ക് പ്രചോദനം കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു കരുത്തുണ്ടാവും. അല്ലെങ്കിൽ നാം ഒറ്റപ്പെട്ടവരാവും. നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ, കുറേ കഴിഞ്ഞാൽ ഒരു പരസ്പര കൈകോർക്കാനില്ലാതെ നമ്മൾ അങ്ങനെ പോവും നമ്മുടെ ഹിന്ദു സമൂഹം. ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെയുള്ള വിനീതമായൊരു അപേക്ഷ, നമ്മൾ ഈ ഗണേശോത്സവത്തിന്റെ താത്വിക പ്രസക്തി, ആ വാക്ക് നിങ്ങൾ മറക്കരുത്, താത്വികമായ പ്രസക്തി. ഞാൻ ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ആചാര്യനാണ്. ഭാഗവതത്തിൽ പറയും, ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന. ഏത് കഥയുടെ പിന്നിലും ഏത് രൂപങ്ങളുടെ പിന്നിലും ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്
ഈ കാലഘട്ടത്തിനനുസൃതമായ ആരാധനകളിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഗണേശ ഭഗവാന്റെ രൂപം കാണുമ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിൽ ചോദ്യം വന്നിട്ടുണ്ടോ? ഒരു ആനയുടെ തലയും മനുഷ്യന്റെ ഉടലും എലിയെ പോലുള്ള ഒരു വാഹനം വെക്കുന്ന ഒരു ഭഗവാനെ എന്തിനാണ് നമ്മുടെ പൂർവികന്മാർ സങ്കല്പിച്ചിരിക്കുന്നത്? ഇനിയുള്ള തലമുറ ചോദിക്കും, ഇതര മതസ്ഥർ ചോദിക്കും, ഇതൊക്കെ പോസിബിൾ ആണോ? ആനയുടെ തലയുള്ള ഒരു ദൈവം പോസിബിൾ ആണോ? ഒരു എലിയുടെ മുകളിൽ സഞ്ചരിക്കുന്ന ഒരു ഭഗവാൻ പോസിബിൾ ആണ്? ഇതിനെന്തുത്തരം നമ്മൾ നൽകണം? എന്തുത്തരം നമുക്ക് ആവശ്യമാണ്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ സന്ദേശങ്ങളുണ്ട്. ഗീതയിൽ കൃഷ്ണൻ പറയും, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. ഓരോ സമയത്തിലും സന്ദർഭത്തിലും ആ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു. അപ്പൊ ഗണേശ് ഭഗവാന്റെ അവതാരത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കണം? ഏതദ് വിഭൂതിമസത്വം ശ്രീമദൂർജിതമേവ. ഏതൊരു അവതാരത്തിന്റെ പിന്നിലും ഒരു വിഭൂതിത്വം, പിന്നിലൊരു സന്ദേശമുണ്ട്. ഈ സന്ദേശത്തെ നിങ്ങൾ മനസ്സിലാക്കി തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഇതിന്റെ പിന്നിലുള്ള ഒരു ലോജിക്ക്, ഇതിന്റെ പിന്നിലുള്ള സയൻസ് മനസ്സിലാവും. ആനയുടെ തല ഗണപതി ഭഗവാന് വെച്ചിട്ടുള്ളത് എന്ത് സന്ദേശം തരാനായിരിക്കും? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ആന, അതും കൊമ്പനാന, ഒരു നേതൃത്വത്തിന്റെ പ്രതീകമാണ്. ഒരു കൂട്ടം ആനകളെ ഒരു കൊമ്പൻ നയിച്ചു കൊണ്ടുപോകുന്ന പോലെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നേതൃത്വ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ നരൻ എന്ന് വാക്ക് വിളിച്ചത്. നൃ എന്ന ശബ്ദത്തിനർത്ഥം നേതൃത്വ പാടവമുള്ളവനാണ്. അപ്പൊ നമ്മളിലെല്ലാം ഒരു നേതൃത്വ ശക്തിയുണ്ട്. പക്ഷെ സോ അൺഫോർച്ചുനേറ്റ്, നമ്മുടെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പുറകിലായി. നിങ്ങൾ നോക്കൂ, കേരളം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഹൈന്ദവ സമൂഹത്തിന്റെ വളരെയധികം ശക്തിമത്തായ ഒരു നാടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ പുറകോട്ട് പോയത് എന്തുകൊണ്ടാണ്? കാരണം നമ്മളിലെ ആ നേതൃത്വ ശക്തി പോയി. നമ്മളിങ്ങനെ അടിമകളും ഇരകളും പിന്നിൽ നടക്കേണ്ടവരാണെന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ വന്നുപോയി. അതിന്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, മനുഷ്യന്റെ സൈക്കോളജി ഇത്രയും ഡീപ്പായി പഠിച്ച ഒരു മതം വേറെ ഇല്ല. നിങ്ങൾ ഗീതയും ഭാഗവതമൊക്കെ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. മനുഷ്യന്റെ ഒരു സൈക്കിക് തലത്തിലേക്ക് നമ്മുടെ ഋഷിവര്യന്മാരെ ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയുകയാണ്, ഒരാളിലെ നേതൃത്വ പാടവം ഉണരണമെങ്കിൽ, ഒരാളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടണമെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും വേണം. അറ്റ്ലീസ്റ്റ് കാലത്തിനീക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഇല്ലെങ്കിൽ ഈ മനസ്സിനകത്തുള്ള നേതൃത്വ ശക്തി അത് ക്രമേണ ദുർബലമായി അടിമയായി, ഇരയായി. അതുകൊണ്ടാണ് ഇത്രയും ആത്മഹത്യകൾ കേരളത്തിൽ. എന്നും പത്രത്തിൽ ഇതല്ലേ വാർത്ത. എന്തുകൊണ്ട് അടിമകളായിത്തീരുന്നു, ഇരകളായിത്തീരുന്നു? കാരണം ഒരു നേതൃത്വ ശക്തി നമ്മളിൽ ഇല്ലാതെ പോയാൽ അവിടെ മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. ഇന്ന് വിദ്യാഭ്യാസമാണ് എല്ലാം എന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ വന്നു. കാലത്തും ട്യൂഷൻ, വൈകുന്നേരവും ട്യൂഷൻ, ഒരു അനുഷ്ഠാനമില്ല. നിങ്ങൾ ഇതര മതങ്ങളിലേക്ക് നോക്കൂ, അവര് പള്ളികളിൽ പോകുന്നു, അവരാ കൃത്യതയോടെ എല്ലാം കൊണ്ടു നടക്കുന്നു, അവരെ പ്രാർത്ഥനകൾ കൊണ്ടു നടക്കുന്നു. അതുകൊണ്ട് അവരിൽ ഐക്യമുണ്ട്. ഏത് കാര്യത്തിലും അവരൊറ്റക്കെട്ടാണ്. നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ അടുത്ത ദിവസം 2 കന്യാസ്ത്രീകള് ഛത്തീസ്ഗഡിൽ പോയി അവിടെ ചെന്നപ്പെട്ട സമയത്ത് അവര് ചില ആളുകളെയൊക്കെ ആദിവാസി സമൂഹത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഈ കേരളത്തിൽ എന്തൊരു സംഘടിതമായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. എന്നാൽ വല്ല സ്വാമിജിമാർക്കാണ് പ്രശ്നം വന്ന് ഒരിളക്കം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ അതാ നമുക്ക് പലതും കാണാൻ സാധിക്കും. അയ്യപ്പ സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നു ഗവൺമെന്റ്. ഞാൻ എതിര് പറയില്ല. ഒരു ആചാര്യന്മാരുമില്ലാതെ വെറും ഒരു രാഷ്ട്രീയക്കാരുടെ എന്ത് അയ്യപ്പ സമ്മേളനം? അയ്യപ്പന്റെ ഒരു നാമം പോലും ചെല്ലാത്തൊരു സമ്മേളനമാണ് വിളിച്ചു കൂട്ടാൻ പോകുന്നത്. ഇതെന്തുകൊണ്ട് നമുക്ക് എതിർക്കാൻ പറ്റുന്നില്ല? കാരണം നമ്മളൊരു അടിമകളായി, നമ്മൾ ഒരു ഉണർവില്ലാത്തവരായി. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ ആദ്യം മാറ്റം വരണം. നമ്മളിലെ ഉണരണം, നമ്മളിലെ നരൻ ഉണരണം, നമ്മളിലെ നേതൃത്വം ഉണരണം. അതിനാണ് നമുക്ക് ചിട്ടയോടുകൂടിയ ജീവിതം. നിങ്ങൾ നോക്കൂ, ഇത് സാധ്യമാണ്. ഇവിടെ സരസ്വതി ടീച്ചർ ഇരിക്കുന്നുണ്ട്. എത്രയോ കാലം നാരായണീയൊക്കെ കൊണ്ടു നടന്ന കുറെ നേരം ആളുകൾ നാരായണീയം പഠിപ്പിച്ച് അവരതിന് മുന്നോട്ട് ഇറങ്ങി വന്നപ്പോൾ അതാണ് നേതൃത്വ ശക്തി.
ഇങ്ങനെ ഓരോ വ്യക്തിയിലുമുള്ള നേതൃത്വ ശക്തി മുന്നോട്ട് വന്നാൽ നാളത്തെ കുട്ടികൾ നിങ്ങളെ നോക്കി ബഹുമാനിച്ചുകൊണ്ട് പറയും, നിങ്ങൾ ഞങ്ങൾക്കൊരു അഭിമാനം തന്നിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്കൊരു ശക്തി തന്നിട്ടുണ്ട്. പിന്നിൽ നടക്കണം. പിന്നിൽ പോയാൽ വരുന്നവരൊക്കെ പിന്നിലാവും. അതുകൊണ്ടാണ് ഉപനിഷത്ത് ആഹ്വാനം ചെയ്തത്, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാൻ നിബോധത. പാപം സ്വാമി വിവേകാനന്ദജി അദ്ദേഹം ഭാരതത്തിൽ ഉടനീളം കാൽനടയെ നടന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോയിക്കൊണ്ട് അദ്ദേഹം ലോകത്തോട് ആഹ്വാനം ചെയ്ത 2 വരികൾ ഇതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭാഷണങ്ങളുടെയും 2 വരികൾ നിങ്ങൾ എടുത്താൽ ഇത്രയേ ഉള്ളൂ. ഉത്തിഷ്ഠത, എല്ലാവർക്കും അറിയുന്ന വരികളാണ്. ഉത്തിഷ്ഠത, ജാഗ്രത. ഉത്തിഷ്ഠത ജാഗ്രത. ഇത് നമ്മളൊന്ന് പറഞ്ഞ് ശീലിക്കണം. രാവിലെ എണീറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോവാ. ആ സംസ്കാരം നമ്മുടെ കുട്ടികളിലേക്ക് വരട്ടെ. ക്രമേണ അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സിന്റെ, അവരുടെ സൈക്കിക്, അവരുടെ ഉപബോധ മനസ്സിൽ ക്രമേണ ഒരു അലസത മാറി, അവശത മാറി. ശരിയാണ്, എനിക്ക് നേതൃത്വം ചെയ്യാൻ സാധിക്കും, പല കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങാൻ സാധിക്കും. അങ്ങനെ ഒരു നേതൃത്വ പാടവമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഗണപതി ഭഗവാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ആനയുടെ തല നേതൃത്വത്തിന്റെ ശക്തിയാണ്. ഗജേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പിന്റെ പ്രതീകമാണ്. മറക്കരുത്, ഗണപതി ഭഗവാനെ പോയി തൊഴുമ്പോൾ എപ്പോഴും ഓർക്കണം, ജീവിതം പിന്നിൽ നടക്കാനല്ല, മുന്നിൽ നടക്കാനാണ്, മുന്നോട്ട് പോവാനാണ്. അത് കേവലം നടത്തത്തിൽ മാത്രമല്ല, ഉള്ളിന്റെ ഉള്ളിലെ ഉണർവും ഊർജവും ശക്തിയും വരണം. അപ്പോഴാണ് സമൂഹത്തിൽ നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുക. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ ഗണപതി ഭഗവാന്റെ അടുത്തൊക്കെ പോയി ദിവസവും തൊഴുത് പ്രാർത്ഥിച്ച് അവർ അലസതയിൽ ജീവിച്ച്, അവശതയിൽ ജീവിച്ച്, ഏത് ഭഗവാൻ വന്ന് രക്ഷിക്കും എനിക്കറിയില്ല. ഒരു ഭഗവാൻ വന്ന് രക്ഷിക്കുന്ന വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് നിങ്ങളിലെ ഭഗവാനെ ഉണർത്തണം എന്നാണ്, നിങ്ങളിലെ ദൈവീകത ഉണർത്തണം. അല്ലെങ്കിൽ ഗീതയിൽ കൃഷ്ണൻ പറയില്ലല്ലോ, ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദേ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യക്ഷമായി കാണുന്നത് മാത്രം തൊഴുതും വിശ്വസിച്ചും പോവാതെ പരോക്ഷമായതിനെ ഉണർത്താൻ ശ്രമിക്കുക. ഉള്ളിലുള്ളതിനെ ഉണർത്താൻ സാധിക്കും. ഇത് സയൻസ് ആണ്. സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്, നോക്കൂ, ഇന്ന് ആധുനിക കാലഘട്ടമാണ്. നമുക്കിന്ന് സയൻസ് ഉണ്ട്. സയൻസ് കുട്ടികൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റില്ല. നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റില്ല, ഉള്ളതിനെ നിങ്ങൾക്ക് നശിപ്പിക്കാനും പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ശക്തികളും നിങ്ങൾക്ക് ഉണർത്താൻ സാധിക്കും. അല്ലാതെ എൻ്റെ ഉള്ളിലുള്ളത് ഉണർത്താതെ ഞാൻ അന്ധമായി പ്രാർത്ഥിച്ച് ഞാൻ ഇതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ ഉണ്ടാവും, അതിൽ തന്നെ. അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദു സമൂഹത്തിന് നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ സാമുദായികമായിട്ടോ സാമൂഹികമായിട്ടോ ശക്തിയോ ഒരു കരുത്തും ഇല്ല. കുട്ടികളാണെങ്കിൽ നോക്കൂ, വിദ്യാഭ്യാസമുണ്ട്, ഇരകളായി മാറുന്നു. ലഹരിക്കടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണം നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, വിവാഹം മോചനം നേടുന്നവരുടെ എണ്ണം, കൊലപാതകം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം, രാഷ്ട്രീയ ഇരകളാവുന്നവരുടെ എണ്ണം ഒക്കെ നോക്കൂ നിങ്ങൾ, ആരാണ് കൂടുതലെന്ന്. എന്തേ മറ്റു സമൂഹത്തിനൊക്കെ വളരെയധികം കരുത്തും ശക്തിയും വന്നത് അവരവരുടെ മതസ്ഥാപനങ്ങളിൽ പോകുമ്പോൾ, അവരാ പ്രാർത്ഥനകളും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ അവരിൽ ഐക്യവും ഒക്കെ വരുന്നു. ഇതിലൊരു മാറ്റം വരണ്ടേ ഹിന്ദു സമൂഹത്തിന്? ഇനിയെങ്കിലും വേണോ വേണ്ടയോ? പറയൂ നിങ്ങൾ, വേണോ വേണ്ടയോ? ഒരു മാറ്റം വേണോ വേണ്ടയോ? അത് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഞാനും നിങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം. ഒരു മരണമുണ്ട് നമ്മുടെ മുന്നിൽ. ആ മരണത്തിൽ എന്തിനാ അലസനായി മരിക്കണം? ഊർജത്തോടെ മരിച്ചൂടെ? ശക്തിയോടെ മരിച്ചൂടെ? കരുത്തോടെ മരിച്ചൂടെ? പ്രയോജനപ്പെടുത്തി മരിച്ചൂടെ? മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട് മരിച്ചൂടെ? അല്പമെങ്കിലും സ്വാമി വിവേകാനന്ദജി പറയും, നമ്മുടെ ജീവിതത്തിൽ സൂര്യനെ പോലെ കത്തി ജ്വലിക്കണം എന്നായിരിക്കണം നമ്മുടെ ആഗ്രഹം. സൂര്യനെ പോലെ ഞാൻ പ്രകാശിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു മെഴുകുതിരിയുടെ പ്രകാശമെങ്കിലും ആയിത്തീരണ്ടേ? എന്തിന് ഈ ഉമിത്തി? പണ്ടൊക്കെ വീടുകളിൽ പല്ല് തേക്കാൻ ഉമി കത്തിക്കും അല്ലേ? പഴയ വീടുകളിലൊക്കെ ഉണ്ടായിട്ടില്ലേ? ഈ ഉമി കത്തിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും കത്തി ഇങ്ങോട്ട് എരിഞ്ഞു കത്തില്ല. അതിങ്ങനെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞത് കത്തും. അത് വളരെയധികം ഉള്ളിൽ ഇങ്ങനെ കനലോടുകൂടി കത്തും. അതിനൊരിക്കലും പ്രകാശം ഉണ്ടാവുമോ? ഇതുപോലെ എന്തിനൊരു ജീവിതം എരിഞ്ഞു തീർക്കണം, പ്രകാശിച്ചുകൂടെ? മുന്നോട്ട് വന്നുകൂടെ? എപ്പോഴും ഗണപതിയുടെ കാണുമ്പോൾ ഓർക്കണം, ബി എ ലീഡർ, ബി എ ലീഡർ. ലീഡ് ചെയ്യും, മറ്റുള്ളവർക്ക് പോലും പ്രചോദനം ഉണ്ടാവുന്ന കാര്യത്തിൽ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കൂ. അത് നെഞ്ചിൽ തട്ടി ദിവസവും പറയണം. എന്നെ സംബന്ധിച്ച് ഞാൻ അതാണ് കാണാറ്. ഗണപതി ഭഗവാനെ കാണുമ്പോൾ മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കണം, മുന്നിലേക്ക് പോകണം.
ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഞാൻ ഇന്നിവിടെ വരേണ്ട ഒരാളല്ല. സ്വാമിജി നമ്മുടെ സത്സ്വരൂപാനന്ദ സ്വാമികളായിരുന്നു ഇവിടെ വരേണ്ടത്. ഇപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, അങ്ങക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇവിടെ വന്നാൽ നന്നായിരുന്നു. ഞാൻ എൻ്റെ പ്രോഗ്രാം എല്ലാം റീഷെഡ്യൂൾ ചെയ്ത് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ആ സ്വാമിജി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ എന്റെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി കാണാണ്. എവിടെ അവസരം കിട്ടുന്നുണ്ടോ, ബി എ ലീഡർ, മുന്നോട്ട് പോവുക, മുന്നോട്ട് നീങ്ങുക. സമൂഹത്തിന് നമ്മളെ കൊണ്ട് അല്പം വെളിച്ചം പകരാൻ സാധിച്ചാൽ ഇതിൽ പരം കൃതാർത്ഥതയില്ല. അങ്ങനൊരു ആവേശവും ഊർജവും അറിവും നമുക്ക് ഗണപതി ഭഗവാന്റെ ശിരസിൽ നിന്ന് എടുക്കാൻ പറ്റട്ടെ. ഗണപതി ഭഗവാന്റെ ഉടൽ, മനുഷ്യന്റെ ഉടൽ, അത് ആ ഇരിപ്പ് തന്നെ പ്രണവത്തിന്റെ പ്രതീകമാണ്. ഭഗവാനെ വിളിക്കുന്നത് സിദ്ധി വിനായകനാണ്. ആ ശിരസിനെ നോക്കിക്കൊണ്ട് വിളിക്കേണ്ടത് നമ്മൾ ഗണനായകനാണ്. ഗണങ്ങളെ നയിക്കുന്നവൻ നായകനാണ്, ഗണനായകൻ. പറയൂ, ആ ശിരസ് ഒരു ഗണനായകനാണ്. ഗണങ്ങളെ, കൂട്ടങ്ങളെ, സമൂഹത്തെ നായകത്വം വഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും. ഗണനായകൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗണങ്ങളെ നയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒരു ലീഡർ എന്നല്ലേ അർത്ഥം? ആണോ അല്ലയോ? ഇനി രണ്ടാമത്തത്, ആ ഉടൽ കാണുമ്പോൾ നിങ്ങൾ പറയുന്നത് സിദ്ധി വിനായകനാണ്. മനുഷ്യന്റെ ഉള്ളിൽ അത്ഭുതകരമായ സിദ്ധികളുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചതെന്ന്. അത്ഭുതകരമായ സിദ്ധികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിൽ നിന്ന് പല പല കാര്യങ്ങളും സമൂഹത്തിന് പ്രയോജനപ്പെടുന്നത് ഉള്ളിലുണ്ട്. വലിയൊരു നിധി ഉള്ളിലുണ്ട്. ഞാൻ ടീച്ചറെ വീണ്ടും കോട്ട് ചെയ്യാണ്. ടീച്ചർ റിട്ടയർ ചെയ്ത ടീച്ചറാണ് അല്ലേ? ടീച്ചർ വേറെ ഏതോ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ്. പിന്നീട് നാരായണീയത്തിലേക്ക് വരുമ്പോൾ ഈ നാരായണീയം പഠിപ്പിക്കാനുള്ള ഒരു നിധി ടീച്ചറിന്റെ ഉള്ളിലുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ എന്തെല്ലാം അത്ഭുതങ്ങൾ ഓരോരുത്തരിലും നിറച്ചു വെച്ചിട്ടുണ്ട് അറിയോ? അതിനെന്ത് വേണം? ഉപാസന വേണം. നമുക്ക് നല്ല ആളുകളോടുള്ള കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ നല്ലതിന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ പല കഴിവുകളും നമ്മളിൽ നിന്ന് പുറത്തു വരും. അതുകൊണ്ടാണ് സിദ്ധിവിനായക സ്വാമിയുടെ കയ്യിൽ 4 സാധനമുണ്ട്. ഇവിടുത്തെ ഈ വിഗ്രഹത്തിൽ അത് ഇല്ലാന്ന് മാത്രം. ഇനി നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ നോക്കിയാൽ മതി. ഭഗവാന്റെ കയ്യിൽ പാശാങ്കുശധര എന്നൊക്കെ പറയാറില്ലേ? ഒരു കയ്യിൽ പാശമുണ്ട്, വേറൊരു കയ്യിൽ അങ്കുശമുണ്ട്, വേറൊരു കൈ, താഴത്തെ കയ്യിൽ 4 കൈകളാണ്. ഒരു കയ്യിൽ വേദമുണ്ട്, ഒരു കയ്യിൽ മോദകമുണ്ട്. അങ്ങനെയല്ലേ? ഒന്നുകിൽ വേദപുസ്തകം അല്ലെങ്കിൽ കലശമായിരിക്കാം, കലശത്തിന്റെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ചിത്രങ്ങൾ പൊതുവെ ഉണ്ടാവുക. എന്തിനാണ് ഭഗവാൻ ഇതൊക്കെ വെച്ചിരിക്കുന്നത്? ഭഗവാൻ എന്താ വല്ലതിനും പിടിക്കാൻ പോകുന്നുണ്ടോ? ആനയെ പിടിക്കാൻ പോകുന്നുണ്ടോ? എന്തിനാണ് നമ്മുടെ പൂർവികർ ഇങ്ങനെ ഒരു ചിത്രം വെച്ചത്? ഇതെല്ലാം നമുക്ക് തരുന്ന സന്ദേശം അങ്കുശം ആനയെ നിലയ്ക്ക് നിർത്തുന്നതാണ് അല്ലെ? ഇതുപോലെ നമ്മുടെ മനസ്സും വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്കും വേണ്ടാത്ത ചിന്തകളിലേക്കും പോകുമ്പോൾ അതിനെ അവിടെ തടയിടാനുള്ള അങ്കുശം, അതിനുള്ളൊരു കരുത്ത്, അതിനുള്ളൊരു മെന്റൽ സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിലുണ്ടാവണം. അവനവനോട് ചില സമയങ്ങളിൽ നോ പറയാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം. ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹമുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഹിന്ദുക്കൾ എവിടെയോ എത്തുമായിരുന്നു. വൈകുന്നേരമാണ്, ക്ഷേത്രങ്ങളിൽ പോണം, ഒന്നിച്ചിരുന്ന് നമുക്കൊരു ലളിതാ സഹസ്രനാമം ചെല്ലണം. ഇത് പറയുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്കാണ് മനസ്സ് പോകുന്നത്. നോ പറയാൻ നമുക്ക് പറ്റുന്നില്ല. ആ അങ്കുശം അവിടെ വീഴണം. എവിടെ നല്ല കാര്യങ്ങളുണ്ടോ അതിലായിരിക്കണം എൻ്റെ പങ്ക്, അതിൽ ഞാൻ പോയിരിക്കണം. കാരണം ഇത് എന്റെയും സമൂഹത്തിന്റെയും ആവശ്യമാണ്. നിങ്ങൾ നോക്കും, മറ്റു മതങ്ങളിൽ നിന്നൊക്കെ പഠിക്കണ്ടേ നമ്മള്? അവരൊക്കെ അവരുടെ വെള്ളിയാഴ്ച പള്ളികളിൽ പോകുന്ന മുസ്ലിം സഹോദരന്മാരുടെ പഠിക്കണം. ആ സമയത്ത് എന്ത് എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലും അവിടെ അങ്കുശം വെക്കവര്. പള്ളിയാണ് അവർക്ക് അല്ലേ, പ്രാർത്ഥനയാണ് അവർക്ക് പ്രാധാന്യം. ആണോ അല്ലയോ? ഈവൻ ക്രിസ്ത്യൻ സഹോദരന്മാരെ നോക്കിക്കൊണ്ട് പഠിക്കണം. കാലത്തായാലും അവരുടെ ഈ പ്രാർത്ഥനകളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ പോകുന്നു. എന്നാൽ നമ്മുടെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു വശത്ത് സീരിയലുണ്ട്, ഒരു വശത്ത് ദീപാരാധനയുണ്ട്. ഞാൻ ബാക്കി പറയണ്ടല്ലോ നമ്മുടെ കാര്യം പറയണോ? ഈ അങ്കുശം വെക്കാനുള്ള കഴിവ് നമുക്കില്ല. വേണ്ടാത്തതിനോട് ഇതല്ല പ്രാധാന്യം, ഞാൻ പോവേണ്ടത് ഇതിനാണ്, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആവശ്യം. ഓരോ ഹിന്ദുവും ഇങ്ങനെ ഉണർന്നിരുന്നെങ്കിൽ ഹിന്ദു സമൂഹം എവിടെ എത്തുമായിരുന്നു? പക്ഷെ നമ്മുടെ ഹിന്ദു സമൂഹത്തെ വഴിതെറ്റിച്ചു കളഞ്ഞു. വൈകുന്നേരം ബീവറേജിന്റെ മുന്നിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും അമിതമായി തലയിട്ടുകൊണ്ട് നമ്മുടെയൊക്കെ സമൂഹത്തെ
ചിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്നു പലതും. ആണോ? കുറെ ബീവറേജിൽ പോയി, കുറെ രാഷ്ട്രീയത്തിൽ പോയി. ഒരു ഹിന്ദു സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി എന്നെ ഈ കാര്യത്തിൽ നിയോഗിച്ചതായിരിക്കും ഒരുപക്ഷെ ഭഗവാൻ. നമുക്കൊരു മാറ്റം വരുത്തണം. വേണ്ടേ? വേണോ വേണ്ടയോ? എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒക്ടോബർ 10 എന്നാണ്, 10 കാലത്ത് 10 മണിക്ക്, അന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. അന്ന് ഭാരതത്തിനകത്തും പുറത്തുമുള്ള നമ്മളെല്ലാവരും നാരായണീയത്തിലെ 100-ാം ദശകം ചൊല്ലാൻ തീരുമാനിച്ചു. തയ്യാറാണോ നിങ്ങൾ? തയ്യാറാണോ നിങ്ങൾ? ഉറക്കെ പറയൂ നിങ്ങൾ. നമ്മളെല്ലാവരും ഒന്ന് പ്രവർത്തിക്കുക, എല്ലാവരും. അപ്പൊ നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് ലോകത്തിലേക്ക് എത്തട്ടെ. നോക്കൂ, ഇന്ന് അമേരിക്ക നമ്പർ 1 ആയിരിക്കുന്നത് സമ്പത്ത് കൊണ്ട് മാത്രമാണ്. ആണോ അല്ലയോ? എന്നാൽ ഭാരതത്തെ 1-ാം നമ്പറാക്കി മാറ്റേണ്ടത് സംസ്കൃതി കൊണ്ടാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ നമ്മൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണ്ടേ? അതിനൊരു കൂട്ടായ പ്രവർത്തനം വേണം. വേണോ വേണ്ടയോ? നാളെ ജനിച്ചു വരുന്ന കുട്ടികൾ പറയണം, ഓ, നാരായണീയം എന്നൊരു കൃതി ഇവിടെ ഉണ്ട്, ഭഗവത്ഗീത എന്നൊരു കൃതിയുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയോ? ഞാൻ സത്യസന്ധമായി ചോദിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കുട്ടികളോട് ഇത് പറഞ്ഞാൽ അറിയുമോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നമ്മുടെ കുട്ടികളോട് ഇത് പറഞ്ഞാൽ അവർക്ക് അറിയുമോ? അറിയോ? എന്തേ അങ്ങനെ ആയിപ്പോയത്? കാരണം നമ്മൾ ഇതിനു വേണ്ടി തിരിക്കുന്നില്ല. നേരെ മറിച്ച് മുസ്ലിം ഒരു സമൂഹത്തിലാണ് ജനിച്ചെങ്കിൽ ആ കുട്ടിയോട് ചോദിച്ചു നോക്കൂ, നീ ഏത് മതസ്ഥനാണ്? ഞാൻ മുസ്ലിമാണ്. ഏതാ ഗ്രന്ഥം നിങ്ങൾ പഠിക്കുന്നത്? ഖുർആൻ എന്ന് പറയാൻ അവർക്ക് ഒരു വിഷമവുമില്ല. ചെറുപ്പത്തിലെ അവരുടെ രക്തത്തിലേക്ക് അത് അലിഞ്ഞു ചേരുന്നു. ആണോ? ആണോ അല്ലയോ? ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്ന വെച്ചാൽ നമുക്കൊരു മാറ്റം വരുത്തണം. അതുകൊണ്ട് അങ്കുശം ചില കാര്യത്തിൽ, അനാവശ്യ കാര്യത്തിൽ തടയിടാനുള്ള ചില വിൽ പവറുകൾ നമുക്ക് വേണം. ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഒരു സമൂഹത്തിന് നന്മ ചെയ്യണമെങ്കിൽ, ഞാൻ നല്ലത് ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ചൊക്കെ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സിനെ മാറ്റി നിർത്തും. എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് മാറണം. ഒരു സമൂഹത്തിന്റെ നന്മയിലേക്ക് ഞാൻ ഉയരണം. അങ്ങനെ ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ സ്വാർത്ഥതയിൽ നിന്ന് മാറി സമൂഹത്തിന്റെ നന്മയിലേക്ക് ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഇനി എന്ത് വേണം? നല്ല കാര്യങ്ങളിൽ കെട്ടിയിടണം. കയറതിനാണ് തന്നിരിക്കുന്നത്. നല്ലതിൽ കൂട്ടിക്കെട്ടിയിടണം. നല്ല കാര്യത്തിൽ നമ്മൾ ചേർത്ത് വെക്കണം. നല്ലത് എവിടെ പഠിപ്പിക്കുന്നുണ്ടോ അത് നമ്മൾ കേൾക്കാനും പഠിക്കാനും തയ്യാറാണ്. അതിനാണ് ആ പുസ്തകം വെച്ചിരിക്കുന്നത്. നല്ല കാര്യങ്ങൾ കേട്ട് പഠിച്ചാലേ നമുക്ക് മറ്റുള്ളവർക്കും ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ കുട്ടികൾ അറിവില്ലാത്തവരായി മാറി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചുറ്റുപാടും. നമ്മുടെ കുട്ടികൾക്ക് ഇക്കാര്യത്തിൽ വളരെയധികം ആത്മവിശ്വാസം ഇല്ലാത്തവരാണ്. ഇന്നിപ്പോ നിങ്ങൾക്കറിയാം, പാലയില് അവിടെ ഏറ്റവും വലിയ ട്യൂഷൻ സെന്റർ ആണ്. പക്ഷേ ഈ പരീക്ഷയെല്ലാം പാസ്സായി MBBS കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ IIT-യിൽ ആത്മഹത്യ ചെയ്യുന്നു. എന്തേ ഈ കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്? കാരണം അവർക്ക് പല പ്രശ്നങ്ങളെയും നേരിടാനുള്ളൊരു മനോബലമില്ലാതെ പോയത്. ഒരു അനുഷ്ഠാനം ജീവിതത്തിൽ ഇല്ല. നല്ലതിനോട് ചേർത്ത് വെക്കാനും വേണ്ടാത്ത ചിന്തകളെ തടയിടാനുമുള്ള ഒരു പരിശീലനം നമ്മുടെ വീടുകളില്ല. ഗണപതി ഭഗവാനെ തൊഴുതു പോയാൽ പോരാ, ഓരോന്നിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം. അപ്പോഴാണ് നമുക്കത് പ്രയോജനം ചെയ്യാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തൊഴുതു പോയത് കൊണ്ട് ഗുണമുണ്ടെന്ന്? ഞാൻ ഇത്രയും കാലം ഭാഗവതം കൊണ്ടു നടക്കുന്ന ആചാര്യനാണ്. 101% ഉറപ്പിച്ച് പറയാം, തൊഴുതു പോയത് കൊണ്ട് ഒരു ദൈവത്തിന് നമ്മളെ മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മുടെ സ്വയം ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ അർജുനോട്, എന്നെ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല, നിന്റെ ഉള്ളിൽ തോന്നണം നിനക്ക് മാറ്റം ഉണ്ടാക്കണമെന്ന്. അപ്പോഴേ നിന്റെ ഉള്ളിലുള്ള ദൈവീകത ഉണരുള്ളൂ. അല്ലാതെ ഒരാൾക്ക് നമ്മളെ മാറ്റം വരുത്താൻ പറ്റില്ല. കുട്ടികളെ അങ്ങനെ പരിശീലിപ്പിക്കണം. അവരെ നല്ല കാര്യത്തിൽ ചേർത്ത് വെച്ച് കൂട്ടി കൊണ്ടുപോകണം അച്ഛനമ്മമാര്. അപ്പോഴാണ് ശരിക്കും ഒരു അച്ഛനമ്മമാരായി മാറുന്നത്. ഭാഗവതത്തിൽ തന്നെ ഇഷ്ടംമാതിരി കഥകളുണ്ട്. നിങ്ങൾ ഭാഗവതത്തിലെ ധ്രുവചരിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു മകനെ ആത്മീയതയിൽ കൂട്ടിച്ചേർത്ത് കെട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അമ്മയെ ഓർത്തുകൊണ്ട് മകൻ പറയുന്ന വരികളുണ്ട്. കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതി. എന്റെ അമ്മ എനിക്ക് തന്നിരിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആത്മീയ സമ്പത്തുണ്ടല്ലോ, അതാണ് എന്റെ ജീവിതത്തെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് പറയാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. നമുക്ക് ഇനിയെങ്കിലും വാത്മീകി മഹർഷി പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ഓർക്കുക, മാ നിഷാദാണ്, അരുത് കാട്ടാളാണ്. നമ്മളോട് തന്നെ പറയാ, ഈ കാട്ടാള ജീവിതം മാറ്റണം. എന്താ കാട്ടാള ജീവിതം?
സ്വാർത്ഥ ജീവിതം, അവനവന്റെ ലോകത്തിൽ അവനവന്റെ ഇഷ്ടത്തിൽ ജീവിച്ചുള്ള ഒരു ജീവിതം. അത് മാറ്റിക്കൊണ്ട് നമ്മൾ പറയണം, നമുക്ക് വേണ്ടത് കൃഷ്ണൻ പറയുന്നത് പോലെ ലോകസംഗ്രഹമേവാവി സമ്പശ്യൻ കർത്തുമർഹതി. ഒരു ലോകത്തെ കണ്ടുകൊണ്ട് ജീവിക്കൂ അർജുന. ലോകസംഗ്രഹം എന്ന് പറയാ വാക്ക് ഉറക്കെ പറയോ. കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. നിഷാദന്റെ ജീവിതമല്ല, ഒരു കാട്ടാള ജീവിതമല്ല, സ്വാർത്ഥതയുടെ ജീവിതമല്ല. ഏതാ വേണ്ടത്? ലോകസംഗ്രഹമേവാഭി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സമൂഹത്തിന്റെ നന്മ നോക്കിക്കൊണ്ട്, ഒരു സമൂഹത്തിന്റെ ഐക്യം നോക്കിക്കൊണ്ട്, ഒരു സമൂഹത്തിന്റെ ഒത്തൊരുമ നോക്കിക്കൊണ്ട് മുന്നിട്ടിറങ്ങാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മൾ നല്ലതിനോട് ചേർത്ത് കെട്ടുന്നതും വേണ്ടാത്തതിൽ അങ്കുശം വെച്ച് മാറ്റി നിർത്തുന്നതും. വേണ്ടേ? അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങി നോക്കൂ. മോദകം ജീവിതം, ആമോദകം ജീവിതം സന്തോഷമുള്ളതാവും. ജീവിതം മറ്റുള്ളവർക്കും സന്തോഷം പകരുന്നതായിരിക്കും. ജീവിതത്തിൽ വേറെ എന്താ വേണ്ടത്? നമുക്ക് ചുറ്റും സ്നേഹിക്കുന്നവര്, ചുറ്റും സഹായിക്കുന്നവര്, ചുറ്റും ആത്മീയതയുള്ളവര്, ചുറ്റും പ്രചോദനം തരുന്നവര് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ചുറ്റുപാട് നല്ലതല്ലേ? ഇന്നിപ്പോ കുശുമ്പും അസൂയയും സ്വാർത്ഥതയും കൊണ്ട് ഹിന്ദു സമൂഹം മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരാൾ നന്നാവുന്ന മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാതെ ഇതെന്തുകൊണ്ട്? കാരണം അങ്ങനെ ഒരു ആത്മീയ സംസ്കൃതിയിൽ നമ്മൾ വളർത്തിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, മുസ്ലിം സമുദായത്തിൽ നോക്കൂ, ഒരാൾ തളർന്നാൽ പിടിച്ചുയർത്താൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്റെ ഹിന്ദു സമൂഹം തളർന്നാൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പോയത്. കാരണം അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തില്ല. ഇനി അതിൽ മാറ്റം വരുത്തണ്ടേ? വേണോ വേണ്ടയോ? ഈ കാര്യം ഇനി കുട്ടികളൊക്കെ കുറഞ്ഞു വരികയാണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആര് രക്ഷിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയും കൊണ്ടാ നടക്കുക. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് പ്രാർത്ഥന, പ്രവൃത്തിയാണ് പ്രാർത്ഥന. മനസ്സിലായില്ലേ? അതിനാണ് ഉപാസന. ഉപാസന എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളിൽ ചേർന്ന് നല്ലതിനോടൊക്കെ പ്രവർത്തിച്ച് നല്ലതൊക്കെ പഠിച്ച് നല്ലത് പങ്കുവെച്ചുകൊണ്ട് ഒരു ജീവിതം നമ്മൾ എല്ലാവരും മുന്നോട്ട് നയിക്കാൻ തയ്യാറാവണം. ക്ഷേത്രങ്ങളെയൊക്കെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബഹുമാന്യ ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു, വളരെ വ്യക്തമായി, നമുക്ക് അനുകൂലമാണ്. കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞു, ഈ ക്ഷേത്രങ്ങളൊന്നും ഒരു കാരണവശാലും നിങ്ങളുടെ ആർഭാടം നടത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാട്ടുകൾ പാടാനോ ഉള്ളതല്ല. ക്ഷേത്ര സംസ്കാരം കൊണ്ടു നടക്കാൻ മാത്രമായിരിക്കണം ക്ഷേത്രം. ഇനി കുറെ കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, നാരായണീയവും ഭാഗവതത്തിനൊക്കെയാണ് ക്ഷേത്രം. അതുപോലെ തന്നെ ഒന്നിച്ചുള്ള നാമജപങ്ങൾ. നമ്മുടെ കുട്ടികളെ ലളിതാ സഹസ്രനാമം പഠിപ്പിക്കണം, നമ്മുടെ കുട്ടികളെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കണം. ഒരു കുട്ടി പോലും ഇതൊന്നും അറിയാത്തവരായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള കുട്ടികളെ ആയിരിക്കണം നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളോടത് വെറുതെ പറയല്ല. ഇന്ന് കാലഘട്ടം അതാണ്. ഇനി നമ്മൾ വിചാരിക്കരുത് വിദ്യാഭ്യാസമാണ് വലുതെന്ന്. വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം മാറി. ഇനി കഴിവിന്റെയും കരുത്തിന്റെയും കാലഘട്ടമാണ്. ഒരാഴ്ച മുമ്പാണ് 12,000 പേര്, 1200 പേരെയാണ് TCS കമ്പനി പറഞ്ഞു വിട്ടിരിക്കുന്നത്. എല്ലാം എഞ്ചിനീയേഴ്സ് ആണ്. അവർക്ക് വേണ്ട, കാരണം അവർക്ക് കഴിവില്ലാത്തവരെ കിട്ടിയിട്ട് കാര്യമില്ല. വെറും വിദ്യാഭ്യാസമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എലൻ മസ്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ ശതകോടീശ്വരനായ ഒരാള്, അദ്ദേഹത്തിന്റെയാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വില കൂടിയ കാറുകളും അദ്ദേഹമാണ് റോക്കറ്റുകളൊക്കെ അയക്കുന്നതൊക്കെ. അദ്ദേഹം വലിയൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടി കൊടുത്ത അഡ്വർടൈസ്മെന്റ് ഇതാണ്: ഐ ഡോണ്ട് വാണ്ട് എഡ്യൂക്കേറ്റഡ് ബട്ട് ഐ വാണ്ട് സ്കിൽഡ്. എനിക്ക് വിദ്യാഭ്യാസമുള്ളവരെ വേണ്ട, എനിക്ക് കഴിവുള്ളവരെ മതി. ഈ കഴിവ് എവിടെ നിന്ന് കിട്ടും? ഈ കഴിവുണ്ടാവാൻ എന്താ വേണ്ടത്? ഉപാസനയാണ്. ഉപാസനയിലാണ് കഴിവുണരുന്നത്. അല്ലാതെ നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് കഴിവുണ്ടാവുമെന്ന് വിചാരിക്കരുത്. ഉപാസന ചെയ്യും തോറും പല പല കാര്യങ്ങളെ കുറിച്ചുമുള്ള കഴിവുകൾ കിട്ടും. സ്വാമി ഉദിച്ചൈതന്യ വേദാന്തം പഠിച്ചു. വേദാന്തം പഠിച്ചുകൊണ്ട് ഇവിടെ എന്ത് പറയാൻ പറ്റും? വേദാന്തം പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് വലുതും പറയണമെന്നുണ്ടെങ്കിൽ ഉപാസന വേണം. ഉപാസനയാണ് നമ്മുടെ കഴിവ്. ഉപാസന ചെയ്തുകൊണ്ടാണ് ഭട്ടതിരിപ്പാട്ടിന് നാരായണീയം രചിക്കാൻ പറ്റിയത്. ഉപാസന ചെയ്തുകൊണ്ടാണ് പൂന്താനത്തിന് മനോഹരമായി ജ്ഞാനപ്പാന എഴുതാൻ പറ്റിയത്. ഉപാസന ചെയ്തുകൊണ്ടാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാര് നമുക്ക് വലിയ മഹത്തായ ഗ്രന്ഥങ്ങൾ തന്നത്. രാമ 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 അങ്ങനെയല്ല ജപിച്ചത്, മരാ 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 എന്ന് ജപിച്ച് ഒരു രത്നാകരൻ വാത്മീകിയായി അദ്ദേഹത്തിന്റെ കഴിവുണർന്നപ്പോഴാണ് 24,000 ശ്ലോകങ്ങളുള്ള രാമായണം രചിക്കപ്പെട്ടത്. ആണോ? ഇതൊക്കെ ഉപാസന കൊണ്ടാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ കുട്ടികളെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, അവരാ നിത്യ ഉപാസന കൊണ്ടു നടന്നിരുന്നെങ്കിൽ എത്രമാത്രം കഴിവുള്ളവരായി തീരുമായിരുന്നു. ഇന്ന് എന്തേ നമ്മുടെ കുട്ടികൾ അച്ഛനമ്മമാരിൽ നിന്ന് അകന്നു പോകുന്നത്? അച്ഛനമ്മമാരോട് ആത്മാർത്ഥമായ ബന്ധമില്ലാത്തത് കാരണം ഒരു ആത്മീയ ബന്ധം കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മളൊരു ഭൗതിക ബന്ധം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു,
സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ ആത്മീയ ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. എന്നിട്ട് പിന്നെ കുറെ പരാതി പറയാം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു സിനിമാ നടനാണ് പറഞ്ഞത്, മക്കൾക്കും വേണ്ട ആർക്കും വേണ്ടാതെ ചെയ്യുന്നുള്ളത്. ആരെങ്കിലും കണ്ടുവന്നറിയില്ല? TV ചാനലില് ഒരു നടൻ വിളിച്ചു പറയാണ്, കേരളത്തിൽ പല സിനിമകളിലും അഭിനയിച്ച ഒരാളാണ് പറയുന്നത്, എന്റെ മക്കൾക്കും വേണ്ട ആർക്കും വേണ്ട. ഈ അവസ്ഥ വരരുത് നമുക്ക്. നമ്മുടെ കുട്ടികൾക്ക് നമ്മളോടൊരു ബഹുമാനം വരണം. അതിനാണ് ഉപാസന. അതാണ് ഗണപതി ഭഗവാന്റെ ഉടൽ. ആ ഉടൽ കാണുമ്പോൾ പറയണം, സിദ്ധി വിനായകനാണ്, സിദ്ധികളെ ഉണർത്തുന്നവനാണ്. ഉപാസനയിലൂടെ പ്രണവസ്വരൂപനായ ഭഗവാൻ സിദ്ധി വിനായകനാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ സിദ്ധികളും മറ്റും ഉപാസനയൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം കർമ്മത്തിന്റെ ഒരു മേഖലയാണ്. എന്ത് കർമ്മവും ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? അവനവന്റെ ജീവിതത്തിൽ കിട്ടുന്ന സമയത്തെല്ലാം നല്ലതെല്ലാം ചെയ്തു മുന്നേറുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കുന്നതാണ് രോഗം. ഇന്ന് കേരളം എന്താ ഒരു രോഗത്തിന്റെ കേന്ദ്രമാക്കിയത്? എന്തുകൊണ്ടാണ്? പലരും അവരവരുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടുന്ന ഒരു കർമ്മ സംസ്കാരമില്ല. നമ്മുടെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് പോലും കർമ്മ സംസ്കാരമുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഞാനൊന്ന് ആവർത്തിച്ചു പറയാം. കാലത്തെണീറ്റ് ക്ഷേത്രത്തിൽ പോയി ഒരു 5 or 6 തവണ പ്രദക്ഷിണം വെച്ച് അങ്ങനെ ഒരു ജീവിതചര്യ തുടർന്നു നോക്കൂ നിങ്ങൾ. ഒരു രോഗവും നിങ്ങൾ അടുത്തേക്ക് വരില്ല. കാരണം ഈ ശരീരത്തിന് വേണ്ടുന്ന എല്ലാം, ഓക്സിജൻ ആയാലും ശരി, ഗ്ലൂക്കോസ് ആയാലും ശരി, പ്രാണശക്തിയായാലും ശരി, ഇതെല്ലാം ഈ ശരീരത്തിൽ കൂടിക്കൂടി വരുമ്പോൾ ഏത് രോഗത്തിന് നമ്മളെ തളർത്താൻ പറ്റും? ഇന്ന് എല്ലാം വീട്ടിലിരുന്ന് രാവിലെ എണീറ്റ് ട്യൂഷന് പോയി, അത് കഴിഞ്ഞു സ്കൂളിലെത്തി. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കുട്ടികളെ രോഗികളാക്കുകയാണ്. കാരണം വീടിനകത്ത് ഗ്യാസും തുറന്ന് കത്തിച്ച് ആ വാതിലും ജനവാതിലും ഒക്കെ കൊട്ടി അടച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്സിജൻ ഇല്ലാതെ ആ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ രോഗം വരില്ല എന്നുള്ളത്? ഇത് കഴിഞ്ഞ ക്ലാസ് റൂമിലും കുട്ടികൾ ഇരിക്കുന്നു. എവിടെ നോക്കിയാലും ആ കുട്ടിയുടെ ജീവിതം ഒരു തരത്തിലും, ഈ റോഡിലൊക്കെ എന്തൊരു പൊല്യൂഷനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ആരോഗ്യം വേണം. അതിന് കർമ്മം, നല്ല കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്യണം. ക്ഷേത്രത്തിൽ പോകണം. അതുപോലെ എന്തെല്ലാം സമൂഹത്തിന് നല്ലത് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ നല്ലത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ നോക്കൂ, ഇവിടെ ഗണേശോത്സവം 18 വർഷമായി. അത് ഒരു മുടക്കവും ഇല്ലാതെ കൊണ്ടു നടക്കാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ കുറച്ച് ആളുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് ഊർജത്തോടെ നടക്കുന്നത്. അടുത്ത വർഷം നിങ്ങൾ എല്ലാവരും ഇതിന്റെ സംഘാടക സമിതിയിൽ ഉണ്ടാവണം. തയ്യാറാണോ? കേട്ടതേ ഇല്ല. ഞാൻ പറഞ്ഞത് കേട്ടോ? ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സത്കർമ്മം ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ഞാനും ഇതിന്റെ ഒരു സംഘാടകനാവും, ഞാനും ഇതിനു വേണ്ടി പ്രവർത്തിക്കും, എന്റെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഒന്ന് കൈബുക്ക് എത്ര പേർക്ക് പറ്റും? നിങ്ങൾ ഇത്രയും പേരെ വിചാരിച്ചാൽ മതി. അടുത്ത വർഷം ഈ പൊൻകുന്നം മാറി മറയും. പറഞ്ഞില്ലേ 2023 എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു ഡബിൾ ആയിരിക്കും 2026. ആ പ്രതിജ്ഞ വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ. തയ്യാറാണോ? ഒരു കൈയടിക്കും നിങ്ങൾ അതിന്റെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. യെസ്, ഐ ആം റെഡി ഫോർ ദാറ്റ് എന്നുള്ളത്. നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ സാധിക്കും. മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഉള്ളിൽ നിന്നാണ്. മാറ്റം ഒരിക്കലും പുറത്തുനിന്ന് വരില്ല. ഓരോ വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന മാറ്റമാണ് ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഇന്നിപ്പോ കുറച്ചു പേരെ പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ നാളെ ഞാനും പ്രവർത്തിക്കും. ആ പ്രവൃത്തിയുടെ പ്രചോദനമായിരിക്കണം ഭഗവാന്റെ വാഹനം എലി. എലി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, ഇത്രയും വലിയൊരു കുടവയറിനായിരിക്കുന്ന ഗണപതി കുഞ്ഞെലിയുടെ മുകളിൽ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ട് എങ്ങനെ സാധിക്കുന്നു? ആദ്യമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനും വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പിന്നെയാണ് ഈ മൗസ്, കമ്പ്യൂട്ടറിൽ മൗസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എലി എന്ന് പറയുന്നത് കർമ്മമാണ്. കാരണം മൗസ് ഉണ്ടെങ്കിലേ നമുക്ക് കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ. പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരനായിട്ടുള്ള ഒരാൾ മിക്കി മൗസിനെ വെച്ചിട്ട്, കാർട്ടൂൺ വെച്ചിട്ടാണ് കോടീശ്വരനായി മാറിയിരിക്കുന്നത്. എലിയെ വെച്ചുകൊണ്ടുള്ള കാർട്ടൂൺ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പൊ ഒരു കാര്യം നോക്കൂ, എലിയിലെ സാധ്യതകൾ എന്തുണ്ടെന്ന്, എത്രമാത്രം ഉണ്ടെന്ന്. നമുക്കിപ്പോൾ എലി എന്ന് പറയുന്നത് വെട്ടി വെച്ച് കൊല്ലാനും വിഷം വെച്ച് കൊല്ലാനും ഉള്ളൊരു സാധനമാണ്. നമ്മളിപ്പോ എലി അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ എലിയിൽ വേറൊന്നുണ്ട്. എല്ലാം തുരന്ന് അകത്തേക്ക് പോയി കാതലെടുക്കുന്ന, അല്ലെങ്കിൽ എന്താണോ അതിന് വേണ്ടുന്ന ആഹാരം എടുക്കുന്ന എലിയെപ്പോലെ കർമ്മത്തിലൂടെ സത്ഫലങ്ങൾ എടുത്തുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് വിതരണം ചെയ്യാനുള്ള സത്കർമ്മത്തിന്റെ പ്രചോദനമായി എലിയെ കാണണം. കർമ്മത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, ഉപാസനകളിലൂടെ സിദ്ധി വികസിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു പ്രചോദനമാണ് ഗണപതി ഭഗവാൻ. ഈ 3 വാക്കുകൾ നിങ്ങളുടെ തലയിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിപ്പിക്കുകയാണ്.
ഇവിടെ ഇനിയും പ്രഭാഷണത്തിന് ആചാര്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ 1 മണിക്കൂർ സമയമാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും വിനീതമായി പറയുകയാണ്, നമ്മൾ കേവലം ഗണപതി ഭഗവാനെ തൊഴുതു പോയാൽ പോരാ. ആ ശിരസ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, ശിരസ് കാണുമ്പോൾ ഓർമ്മ വേണം, വിഘ്നേശ്വരനാണ് ഭഗവാൻ, ഗണനായകനാണ് ഭഗവാൻ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെ ഉടൽ കാണുമ്പോൾ ഓർക്കണം, സിദ്ധി വിനായകനാണ്. ഉപാസനയിലൂടെ സിദ്ധികൾ ഉണർത്തേണ്ടവരാണ് നമ്മൾ. അതുപോലെ ആരെയാണ്? എലിയെ കാണുമ്പോൾ നമ്മൾ പറയണം വിഘ്നേശ്വരൻ. സകല വിഘ്നങ്ങളും മാറിക്കിട്ടണമെങ്കിൽ നാം സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിൽ ആ സത്കർമ്മത്തിന്റെ ഫലമായി എല്ലാ വിഘ്നങ്ങളും മാറും. ഇതൊക്കെയാണ് നമ്മൾ ഗണപതി ഭഗവാനിൽ നിന്നും പഠിക്കേണ്ടത്. ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയ പണ്ടുള്ളവര് ഏത്തമിടിക്കും. ഈ ഏത്തം ഇടുന്നത് ഇന്നിപ്പോ ഇല്ല, അതൊക്കെ പോയി. ഇന്നിപ്പോ ഏത്തടാനൊന്നും പറ്റാതെ, പണ്ടൊക്കെ ഏത്തടണം എന്ന് പറഞ്ഞാല് കൈമുട്ട് രണ്ടും താഴെ തൊടുന്ന വിധത്തിലൊക്കെ ഏത്തട്ട് അങ്ങനെയൊക്കെ പണിഷ്മെന്റ് കിട്ടിയവരുണ്ടോ സ്കൂളിലൊക്കെ? അച്ഛനമ്മമാരിൽ നിന്ന് അങ്ങനെയൊക്കെ പണിഷ്മെന്റ് കിട്ടിയവർ എത്ര പേരുണ്ട്? കൈമുട്ട് താഴെ തൊടുന്ന വിധത്തിൽ ഏത്തട്ടവർ എത്ര പേരുണ്ട്? ആരും ഇല്ല ഇവിടെ നിന്നോ? എത്ര പേര് കൈ പൊക്കൊന്ന് കാണട്ടെ. അപ്പൊ അതൊക്കെ മാറി. അപ്പൊ അങ്ങനെ ഇപ്പൊ പല ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നമ്മൾ കാണുന്നത് അറിയാം. ഇങ്ങനെ പിടിച്ച അവിടെ മാത്രമേ ഇളകുള്ളൂ, ബാക്കിയൊന്നും ഇപ്പൊ ഇളകാതെ. എന്നാൽ ശരിക്കും നമ്മൾ ഏത്തട്ട് കഴിഞ്ഞാൽ ഇപ്പോ അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ ഗൂഗിളിലൊക്കെ. അമേരിക്കയില് ഒരു പഠനം നടത്തിയവര്, അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികള്, അവര് ഭയങ്കര വയലന്റ് എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് അല്ല. ഇന്നിപ്പം നമ്മുടെ കുട്ടികളിൽ ആ പ്രശ്നം വരുന്നുണ്ട്. ഒരുപാട് മൊബൈൽ അഡിക്ഷൻ വരുമ്പോൾ അവർ ഫോക്കസ്ഡ് അല്ല, ഭയങ്കരമായിട്ട് മൈൻഡ്, അവരുടെ ബ്രെയിൻ വളരെ വളരെ റെസ്റ്റ്ലെസ് ആവുക. ഇന്ന് അതിന് ഹൈപ്പർ എന്നൊരു വാക്കുണ്ട്, ഉണ്ടോ? ഒരു ഹൈപ്പർ ബ്രെയിൻ ആണത്. ഈ ഹൈപ്പർ ബ്രെയിൻ ഉള്ള കുട്ടികളെ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് വയലന്റ് ആവും. അതുകൊണ്ടാണ് ഇന്ന് നോക്കൂ, എന്ത് പറയുമ്പോഴേക്കും അടി, ഇടിക്കുത്ത്, ഭാര്യയെ ഒരു കരുണയില്ലാതെ കൊല്ലുന്നൊക്കെ എന്തുകൊണ്ടാണ്? ആ ബ്രെയിൻ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടുള്ളവർക്കും ദേഷ്യമുണ്ട്, പണ്ടുള്ളവരും ഭയങ്കരമായി ദേഷ്യപ്പെടും, അടിക്കുകയും ചെയ്യും. പക്ഷെ അവർക്ക് കുറച്ചു കഴിഞ്ഞാൽ കരുണയുമുണ്ട്. അവര് അതിന് പറയും, സാറില്ല, ഞാൻ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെ പറയാറില്ലേ? ഈ തരത്തിൽ ഇന്നില്ല. ഇന്ന് അതൊക്കെ മാറി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മനുഷ്യൻ അവന്റെ ബ്രെയിൻ കൺട്രോൾ വളരെ കുറവാണെന്നാണ്. കൂടുതലാണോ? പറയൂ. കുറഞ്ഞു വരികയാണ്. ഈ ഏത്തെടുമ്പ് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കാത് രണ്ടും പിടിച്ച് നമ്മൾ കുനിഞ്ഞ് താഴോട്ട് കുനിഞ്ഞ് തല മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനകത്തുള്ള ന്യൂറോൺസിന്റെ പ്രവർത്തനത്തിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല അത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ശക്തിയും, നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ ശരീരത്തിലൊരു കൺട്രോൾ വന്നു, മനസ്സിലും ഒരു കൺട്രോൾ ചെയ്യാനുള്ള ശക്തിയും ഒരു ആജ്ഞാശക്തി. ഇപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകല്യം വരുമ്പോൾ നമുക്കതിനെ പിടിച്ചു നിർത്താനുള്ളൊരു കഴിവ് വരുന്നു. അപ്പൊ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഏത്തമിടുന്നത് ഒരു തലമുറയെങ്കിലും രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു എക്സസൈസ് ആയിരുന്നു. അത് അവനവന്റെ ഉള്ളിൽ ഒരു സെൽഫ് കൺട്രോളും, അവനവനിൽ തന്നെ ഒരു തന്നിൽ തന്നെ ആജ്ഞ ചെയ്യാൻ, തന്നോട് നിർദ്ദേശിക്കാൻ ഉള്ളൊരു പവറും ഒക്കെ നമ്മളിൽ ഡെവലപ്പ് ചെയ്യാനായിരുന്നു. പക്ഷെ ഇതൊന്നും വേണ്ട രീതിയിൽ ആരും നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ടും ആരും നമ്മളെ കൺവിൻസ് ചെയ്യാത്തതുകൊണ്ടും നമുക്കിന്ന് ഗണപതി ക്ഷേത്രങ്ങളുണ്ട്, അത് ഹോമത്തിലും പൂജയിലും മാത്രം ഒതുങ്ങിപ്പോയി മാറി. കലിയുഗത്തിൽ 2 കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, മറക്കരുത്. ഈ കലിയുഗം എന്ന് പറയുന്നത് ജ്ഞാനയജ്ഞത്തിന്റെയും നാമയജ്ഞത്തിന്റെയും 3 കാര്യങ്ങൾ, കർമ്മത്തിന്റെയും പ്രാധാന്യമുള്ള യുഗമാണ്. ജ്ഞാനം, നാമം, ഭക്തി, അതുപോലെ കർമ്മം. ഈ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധ്യമല്ല. തൊഴുതു പോയത് കൊണ്ട് ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. കുട്ടികളിൽ ഓർമ്മിപ്പിക്കേണ്ടത്, നമ്മളിൽ ഈ ജ്ഞാനം വേണം, നമ്മളിൽ ഈ നാമജപ സംസ്കാരം വേണം, നമ്മളിൽ കർമ്മ സംസ്കാരം വേണം. എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവനവന്റെ ഉള്ളിൽ സകല ശക്തിയുമുണ്ടെന്ന ജ്ഞാനം, അവനവന്റെ ഉള്ളിലുള്ള സകല സിദ്ധികളും ഉണർത്താൻ നാമം വേണം,
നമ്മുടെ സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ സത്കർമ്മങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ഒരു സമൂഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നേരത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ലോകസംഗ്രഹമേവാഭി എന്നുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഉണരുമ്പോഴാണ് ഒരു സമൂഹം ഒന്നടങ്കം ഉണർന്നു വരുന്നത്. ഇനിയെങ്കിലും നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ ഒന്ന് ഉണർത്താൻ സാധിക്കട്ടെ. അതിനായിരിക്കട്ടെ ഇനി 19ാമത് ഗണേശോത്സവം നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഓരോ സംഘാടകരും എന്ന് പറയുന്നത് നിങ്ങളായിരിക്കണം. എത്രയും ആളുകളെ കൊണ്ടുവരാൻ പറ്റും അത്രയും അവർക്ക് ഈ സന്ദേശം പകർന്നു കൊടുക്കണം. ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് എന്തിനാണ് ആ രൂപത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വെറുതെ ഒരു രൂപം മാത്രമല്ല, അതിന്റെ പിന്നിൽ വലിയൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്പീക്കർ പറഞ്ഞത് ഇത് മിഥ്യയാണെന്ന്. ഭാരതത്തിലൊന്നും മിഥ്യയല്ല, ഭാരതത്തിലെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ ഉപാസിക്കുമ്പോൾ നിങ്ങളിൽ പലതും തെളിഞ്ഞു കിട്ടും. ഉപാസിക്കുമ്പോഴാണ് നമ്മളിലെല്ലാം ഉണർന്നു കിട്ടുക. ഗണപതി ഭഗവാനെ കൊണ്ട് വലിയൊരു കാര്യം ചെയ്തു വെച്ചിട്ടുള്ളത്, ഇപ്പൊ ഞാനും നിങ്ങളും ഭഗവത്ഗീത പോലുള്ള കൃതികളൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ആ മഹാഭാരതം മുഴുവൻ വേദവ്യാസ മഹർഷി രചിച്ചു വെച്ചത് ഗണപതി ഭഗവാനെ കൊണ്ടാണ് എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, ഗണപതി ഭഗവാൻ ഒരു ഭാഗത്തിരുന്നിട്ട് തേങ്ങയും ശർക്കരയും കഴിക്കുക മാത്രമല്ല, നല്ലവണ്ണം കർമ്മനിരതനായിരുന്നു. അപ്പൊ കർമ്മത്തിന്റെ മഹത്വം, ഉപാസനയുടെ മഹത്വം, നേതൃത്വത്തിന്റെ മഹത്വം ഇതൊക്കെ പറഞ്ഞു തരുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ, സത്യത്തിന്റെ പ്രതീകമാണ് നമുക്ക് മഹാഗണപതി. അതുകൊണ്ട് മഹാഗണപതി ഭഗവാൻ നമ്മളിൽ ഈ 3 ശക്തിയും ഉണർത്തിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവട്ടെ. നമുക്ക് തന്നെ നമ്മളോടൊരു ബഹുമാനമുണ്ടാവട്ടെ. നമുക്ക് തന്നെ നമ്മളോട് പറയാൻ സാധിക്കട്ടെ, എൻ്റെ ജീവിതത്തിന് അർത്ഥവും വ്യക്തതയും ശക്തിയും ഭക്തിയും മഹത്വവും ഉണ്ടെന്ന്. ഞാൻ ഇവിടെ വെറുതെ ജനിച്ചു വന്നതല്ല, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനായി വന്നതാണ്. 101 പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നല്ല കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറി നിൽക്കുകയില്ല. നല്ലത് എവിടെയുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി ഞാൻ മാറും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി വേറെ എന്തോ നല്ല കാര്യങ്ങളായിരിക്കും നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഭഗവാൻ എവിടെയെ കൊണ്ട് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതൊക്കെ സാധിച്ചുകൊണ്ട് നല്ലൊരു സമൂഹമായി, ഞാൻ ആവർത്തിക്കുന്നു, കേരളത്തിനും നമ്മുടെ ലോകത്തിനു മുഴുവൻ നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന ആത്മീയ ശക്തിയുള്ള സംസ്കാര സമ്പന്നരായ ഒരു സമൂഹമായി നമ്മുടെ ഹിന്ദു സമൂഹം മാറട്ടെ. പിന്നിൽ നടക്കേണ്ടവരല്ല, മുന്നിൽ നടക്കേണ്ടവരാണെന്ന ബോധമുണ്ടാവുക. ലോകത്തിന്റെ മുന്നിൽ നടക്കേണ്ടവരാണ്, ലോകത്തിന്റെ മുന്നിൽ നയിക്കേണ്ടവരാണ് നമ്മൾ. ലോകത്തെ ഒരു സംസ്കൃതിയിൽ നയിക്കേണ്ടവരാണ്. അതിനിപ്പോഴേ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. ഈ ഭാരതത്തെ നമ്പർ 1 ആക്കണം. അതിന് ഇത് തന്നെ വഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആര് നമ്മുടെ മേലെ താരിഫ് ഉണ്ടാക്കിയാലും നമ്മളെ മാനസികമായി ഒരിക്കലും തളർത്താൻ സാധ്യമല്ല. ഇതിലും വലിയ താരിഫുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോറില്ല, കഥയും കൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. മുഗളന്മാര് ഭരിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവര് മതം മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് താരിഫിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾക്കറിയാലോ, ഹിന്ദു സമൂഹം തളർന്നില്ല. എന്ന് മാത്രമല്ല, രാജാക്കന്മാരെ കൊന്നുകഴിഞ്ഞാൽ അവരുടെ പത്നിമാരെ ഒരു കാരുണ്യവും ഇല്ലാതെ പിടിച്ചു കൊണ്ടുപോയി അവരെ നശിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിന്നാണല്ലോ ഏതാരംഭിച്ചത്? സതി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരതീയർ അനുഷ്ഠിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സംസ്കൃതിയെ നിലനിർത്താനാണ്. ആണോ? അങ്ങനെ അവർ ആ ത്യാഗം ചെയ്തുകൊണ്ട് അവര് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ പിന്നീട് അത് അന്ധവിശ്വാസമായി. പിന്നീടാണ് രാജാറാം മോഹൻ റോയെ പോലുള്ളവർക്കൊക്കെ നിർത്തേണ്ടി വന്നത്. കാരണം അത് സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. എന്തെങ്കിലും ഒന്ന് ആചരിച്ചാൽ പിന്നീട് അത് അനാചാരമായി മാറുമെന്നതിൽ ഒരു സംശയമില്ല. ഇങ്ങനെ അനാചാരമായതിനെ മാറ്റിയെടുക്കും. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഏതും മാറ്റിയെടുക്കാൻ കഴിവുള്ളവരാ നമ്മൾ. ഒരിക്കലും പഴയതിൽ മുറുകി പിടിച്ച് വാശി പിടിക്കുന്നവരല്ല. എത്രയോ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നാളെ നമ്മുടെ കുട്ടികൾ പറയണം, നമ്മളുടെ ഭാരതം, സംസ്കൃതിയുടെ ഭാരതം ലോകത്തിൽ നമ്പർ 1 ആണ്. ആ നമ്പർ 1 ആക്കാനാണ് ഗണേശ് ചതുർത്ഥി ഞാൻ ആഘോഷിക്കുന്നത്. കാരണം സകല ദേവന്മാരുടെയും ക്ഷേത്രങ്ങളിൽ നമ്പർ 1 ആണ് ഗണേശ ഭഗവാൻ. ആദ്യത്തെ ആരാധന നടത്തുന്ന ഗണേശ ഭഗവാനെയാണ്, ആദ്യത്തെ പൂജ ചെയ്യുന്ന ഗണേശ ഭഗവാനെയാണ്. ഇതുപോലെ നമ്പർ 1 ആയി തീരേണ്ടവരാണ് നമ്മൾ എന്ന കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനുള്ള ശക്തിയും കരുത്തും നമുക്ക് ഗണേശ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ. അതിനുള്ള ഊർജം നമുക്കുണ്ടാവട്ടെ. ഇന്നത്തെ ഈ ഒരു സുദിനത്തില്
18ാമത് ഗണേശോത്സവത്തിൽ ഇവിടെ പൊൻകുന്നത്തെ ഈ പവിത്രമായ മണ്ണിൽ വന്ന് ഈ ഗണേശ ചതുർത്ഥി ദിവസം തന്നെ ഭഗവാന്റെ ഈ മഹിമ നിറഞ്ഞ ദിവസം തന്നെ നമുക്ക് ഇങ്ങനെയൊരു ഉൾക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചാൽ തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവും. നേതൃത്വ ശക്തി, സിദ്ധിശക്തി, കർമ്മശക്തി ഉണർത്തിക്കൊണ്ട് സമൂഹത്തിന് വെളിച്ചം പകരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ലോകസംഗ്രഹ ശക്തി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രണവസ്വരൂപനായ ആ ഗണപതി ഭഗവാനെ ഒരു 3 ഓങ്കാരം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഒന്ന് ഉപാസിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നിർത്താം. എല്ലാവരും നട്ടല് നിവർന്ന് ഇത് നിങ്ങളെ കുട്ടികളെ കൊണ്ടൊക്കെ ചൊല്ലിക്കണം. അദ്ദേഹത്തിനെ ഒന്ന് മാറ്റിക്കൊണ്ടത്, അദ്ദേഹത്തിനെ മാറ്റും. ഡിസ്റ്റർബൻസ് ആണെന്ന് ഇപ്പോഴത്തെ ഹിന്ദുവിന്റെ അവസ്ഥയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് മാറ്റിക്കൊള്ളവർ എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. നിവർന്നിരുന്ന് ഓങ്കാരം ഈ പൊൻകുന്നം പട്ടണത്തിൽ മുഴുവൻ അതിന്റെ പ്രകമ്പനമുണ്ടാകണം. അപ്പൊ നല്ല ഊർജത്തിൽ ചൊല്ലണം. എല്ലാവരും നട്ടല് നിവർന്ന് ഉറക്കെ ചൊല്ലണം, നീട്ടിച്ചൊല്ലണം. നിങ്ങൾ അതിൽ മുഴുകിച്ചൊല്ലണം. നമ്മുടെ ഉള്ളിലുള്ള സകല സർഗശക്തിയും, നമ്മുടെ ഉള്ളിലുള്ള ഓർമ്മശക്തിയും, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഉണർന്നു വരട്ടെ. ഭഗവാൻ നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ. ഓങ്കാരത്തിലൂടെ ശ്വാസം നല്ലവണ്ണം എടുത്ത് ഓ ശ്വാസം നല്ലവണ്ണം എടുക്കണം. അരക്കെട്ട് നിവർന്നിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എത്ര നീട്ടിച്ചെല്ലാൻ പറ്റുമോ. കുനിഞ്ഞിരിക്കരുത്. അതുപോലെ കഴുത്ത് ഭാഗത്ത് നല്ലവണ്ണം അയവരുത്തിയിരിക്കണം. എന്നാലേ നീട്ടിച്ചെല്ലാൻ പറ്റുള്ളൂ. ശ്വാസം നല്ലവണ്ണം ഉള്ളിരിക്കരുത്. ഒരുമിച്ച് ചെല്ലണം. ഓ ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുക്കണം. അരക്കെട്ട് നിവർന്നിരുന്നാലേ എനിക്ക് നീട്ടി ചെല്ലാൻ പറ്റുള്ളൂ. കുരിഞ്ഞിരുന്നാൽ ചെല്ലാൻ പറ്റില്ല. ഉള്ളിൽ ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നേതൃത്വ ശക്തിയും സിദ്ധിശക്തിയും കർമ്മശക്തിയും ഈ 3 നമ്മൾ ഉണരട്ടെ. നേതൃത്വ ശക്തി ആനയുടെ തലയിലൂടെയും സിദ്ധിശക്തി ഭഗവാന്റെ ഉടലിലൂടെയും കർമ്മശക്തി എടിയിലൂടെയും ഉണരട്ടെ, ഉയരട്ടെ എന്ന ഭാവത്തോടുകൂടി, ഭാവനയോടുകൂടി, ബോധത്തോടുകൂടി ചൊല്ലണം. ശ്വാസം നല്ലവണ്ണം എടുക്കുക. നീട്ടിച്ചൊല്ലണം. ഓ വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. സിദ്ധിവിനായക സ്വാമിക്ക് സിദ്ധിവിനായക സ്വാമിക്ക്
സിദ്ധിവിനായക സ്വാമി കീ. ഗണപതി പപ്പ. ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തിയ സംപൂജ്യ സ്വാമി ഉദ്ദിത് ചൈതന്യജിക്ക് ഗണേശനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ആചാര്യ ദക്ഷിണ സമർപ്പിക്കുന്നതിനായി സ്വാഗത സംഘം ചെയർമാൻ ശ്രീ TG സത്യപാൽ അവറുകളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി പുരസ്കാര സമർപ്പണമാണ്. ക്ഷേത്രകലയായ സോപാന സംഗീത രംഗത്ത് അതുല്യ പ്രതിഭ, സോപാന സംഗീത കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ, മനോഹരമായ ശൈലിയിലൂടെ സോപാന സംഗീത രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന മഹാപ്രതിഭ, തന്റേതായ ശൈലിയിലൂടെ മനോഹരമായി സോപാന സംഗീതം അവതരിപ്പിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ കേരള സർക്കാരിന്റെ സ്നേഹരത്ന പുരസ്കാര ജേതാവ് ശ്രീ അമ്പലപ്പുഴ വിജയകുമാറിന് അജയ് പടിയപ്പള്ളിയിൽ രൂപകൽപ്പന ചെയ്ത 3ാമത് ഗണേശ സേവാ പുരസ്കാരവും 10,000 രൂപയുടെ ക്യാഷ് അവാർഡും സ്വീകരിക്കുന്നതിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഗണേശ സേവാ പുരസ്കാരം സമർപ്പിക്കുന്നതിനായി സംപൂജ്യ സ്വാമി ഉദ്ദിത് ചൈതന്യജിയെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു.